ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ഒക്ടോബർ സെക്കൻഡ് വീക്കൊക്കെ ആയപ്പോൾ പൂണ്ടി വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 9:30 ആയപ്പോൾ രാത്രിയിൽ ഇവിടുന്ന് തിരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാലക്കാട് എത്തി. പാലക്കാട് നിന്നാണ് ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്നത്. ടോട്ടൽ ഞങ്ങൾ 7 പേരാണ് പോയത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയത് പാലക്കാട് ഈ ഒരു ഷോപ്പിലാട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ശിവേട്ടൻ്റെ കടയിൽ നിന്ന് കണ്ടത് മലയാളി ഇതാണെന്നും പറഞ്ഞ് കയറിയത്, പക്ഷേ തമിഴ്നാട് സ്റ്റൈൽ ഫുഡായിരുന്നു. അതിനുശേഷം അവരും കൂടി ജോയിനായി ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിക്കുക ചെയ്തത്. പിന്നീട് ഇതിനകത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഞങ്ങളുടെ കുറച്ച് മൊമെൻറ്റ്സ് മാത്രമേ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, എവിടെയാണ് എന്താണെന്നുള്ളത്. എന്തായാലും ജനുവരി വരെ സീസൺ ആയതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത വണ്ടി ഇതായിരുന്നു. നമ്മൾ 2 വണ്ടിയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എനിക്കങ്ങനെ വലിയ പ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പൊന്നും ആയിരുന്നില്ല ഇത്. ലാസ്റ്റ് മിനിറ്റാണ് ഞാൻ പ്ലാൻ ചെയ്തതും ഞാൻ അവരുടെ കൂടെ പോയതും ഒക്കെ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. അതിൻ്റെ ഹാങ് ഓവർ നമുക്ക് ഇപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല ഒരാൾക്ക് പോലും. എൻ്റെ ഈ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്താണെന്നറിയോ? ഞാൻ ഒരു റൂം ടൂർ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് സ്കിപ്പ് ചെയ്യാതെ റൂം ടൂർ എന്തായാലും കാണണം. അത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഞങ്ങൾ താമസിക്കാൻ വന്ന സ്ഥലം. തേർഡായി എന്നാണ് പേര് വരുന്നത്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. തേർഡായി പൂണ്ടിന്ന് അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൊക്കേഷനും അവരുടെ കോൺടാക്ട് നമ്പറും എല്ലാം കിട്ടും. അതേപോലെ ഫാമിലിയേക്കാളും കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുക ബാച്ചിലേഴ്സായിട്ട് ഫാമിലിയായിട്ട് പോകുന്നവരുണ്ടാവുമല്ലോ പൂണ്ടിയിൽ. പക്ഷേ ബാച്ചിലേഴ്സായിട്ട് പോകുന്നവർക്ക് വളരെ അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ കേട്ടോ. എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവിടെ നടത്തുന്ന പിള്ളേരാണെങ്കിൽ പോലും നല്ല അടിപൊളിയാണ്. പ്രോപ്പർട്ടി ഇരിക്കുന്നതിൻ്റെ വ്യൂവും നല്ല ഭംഗിയുള്ള സ്ഥലത്ത് തന്നെയാണ്. തൊട്ടടുത്ത് തന്നെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉന്തിക്കോ റൂം കാണിച്ചു തരും. ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ. ലൈറ്റ് പഴയ മോഡല് ഇന്ത്യയിൽ വെക്കാനും കഷ്ണം കൊണ്ടും സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ എക്സ്ട്രാ വരുന്ന ബെഡാണ്. റൂം സ്പേസ് വരുന്നത് ഇവിടെയാണ്. ഇത് നമ്മളൊരു ബെഡ്റൂം. വെച്ചാല് ഇതിന്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ പുഷപ്പ് ബെഡാണ്. തുള്ളി കളിക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കിട്ടുന്ന ഇതാ ഒരു ഉഗ്രൻ വ്യൂ ആണ്. നോക്കൂ ഗൈസ്, നമ്മുടെ ലൈഫൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് കൂടുതൽ സർപ്രൈസ് ആയത് എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം വിചാരിച്ചു ഇതിന്റെ മുകളിൽ പത്തായമായിട്ടാണ്. നമുക്ക് പത്തായല്ല ഗൈസ്. ഇതിന്റെ മുകളിൽ എക്സ്ട്രാ ബെഡൊക്കെ ഇട്ട് വെരി സൂപ്പർ വ്യൂവും. നോക്കൂ ഗൈസ്, ബാൽക്കണി വ്യൂ നോക്കൂ ഗൈസ്. ആക്ച്വലി ഇതാട്ടോ വ്യൂ വരുന്നത്. ആ ഒരു അപ്പർ ഡെക്കിൽ നിന്നുള്ള വ്യൂ ഇതാണ് വരുന്നത്. നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കിന് രസമാണ്. പിന്നെ നമുക്ക് ക്യാമറയിൽ എത്രത്തോളം ഈ ഭംഗി ക്യാപ്ചർ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. അത്യാവശ്യം നിങ്ങൾക്ക് മെഡിസിൻസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് ക്യാരി ചെയ്തുകൊണ്ട് തന്നെ വേണം പോകാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഒന്നും പൂണ്ടിയിൽ അവൈലബിൾ അല്ല എല്ലാ മെഡിസിൻസും ഒന്നും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടൈക്കനാലിലേക്ക് വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾക്ക് വേണ്ടുന്ന മെഡിസിൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം തന്നെ കഴിവതും ഒരു 99% സാധനങ്ങൾ നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് പോവുക. പിന്നീടൊരു ട്രാവൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും.
ആരെയൊക്കെ കിട്ടുന്ന എനിക്കറിയാൻ പാടില്ല കേട്ടോ. റൈറ്റാണോ നേരാണോ? രാവിലെ ആയപ്പം ചായ അന്വേഷിച്ച് പോകാൻ വേണ്ടിയിട്ടാട്ടോ. ചായ അന്വേഷിച്ച് നമ്മൾ ടൗണിൽ പോകേണ്ട വന്നു. കാരണം അടുത്തൊക്കെ നമുക്ക് ചായ ഷോപ്പ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അത് കണ്ടിട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണത്. എനിക്ക് ഈ മൊമെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെ ഒന്നും ഒഴിവാക്കാതെ ഞാൻ എല്ലാം വെച്ചിരുന്നത്. ഇവരെല്ലാം ഈ ഫ്രെയിമിൽ ഇപ്പോഴേ കിട്ടുള്ളൂ. പിന്നീട് നമ്മൾ 2 വണ്ടിയിലായതുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഒരു വണ്ടിയിൽ 7 പേരായിട്ടോ പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എൻ്റെ വീഡിയോയിൽ ഫുള്ളി ഇതറിയാതെ ഓൾമോസ്റ്റ് നമ്മുടെ ട്രിപ്പ് 2 ദിവസത്തെ ആയിരുന്നു. നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് ബ്രെഡ് ഓംലെറ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അവർ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ തിരിച്ച് വരുന്നത് കൊല്ലങ്കോട് വഴിയായിരുന്നു. അപ്പോൾ അവിടെ ഷാപ്പിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കൂടുതലും വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. എല്ലാം നമ്മൾ മൊമെൻറ്റ്സ് ക്യാപ്ചറിങ് തന്നെയായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇൻഫർമേഷനായിട്ട് ആ സ്റ്റേക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഇവിടുത്തെ ഒരു കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ഫുഡ് തീരെ പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ളൊരു കണ്ണൂർക്ക് നമ്മൾ എറണാകുളത്തിന് തിരിച്ചു വന്നു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക്